പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൻസൂർ അലി കാപ്പുങ്കൽ സാറ് നമ്മുടെ 12th ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിതൊരു മോക്ക് ടെസ്റ്റ് രൂപാന്തരം തന്നെ കണ്ടുകൊണ്ട് എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ട് കണ്ടെത്താനായി കഴിഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിലയം നിലവിൽ വന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിലയം നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എവിടെയാണെന്ന് അറിയാമോ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിലയം വരണമെങ്കിൽ അത് ഏതായിരിക്കും? ഏറ്റവും ഉയരമുള്ള സ്ഥലം തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോഴത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ നിലവിലത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അറിയാമോ ആരാണ് ഇപ്പോഴത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ എന്നറിയാമോ? അത് നമ്മുടെ OS ഉണ്ണികൃഷ്ണനാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. OS ഉണ്ണികൃഷ്ണനാണ് നിലവിലത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ലോകത്തെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് നിർമ്മിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് നിർമ്മിക്കുന്നത് എവിടെയെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അറിയാമോ എവിടെയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് നിർമ്മിക്കുന്നതെന്ന് അറിയാമോ? അത് ദുബായിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ദുബായിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഇന്നോവേഷനൊക്കെ വരുന്ന എവിടെ തന്നെയാണ്? ദുബായിലാണല്ലേ, നമുക്കറിയാം. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ദുബായിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത നാലാമത്തെ ചോദ്യം, 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? ശ്രദ്ധിക്കുക, 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ ജില്ല ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. അറിയാമോ ഏതാണെന്ന്? ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാടാണ്. അപ്പോൾ പാലക്കാടാണ് 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാടാണെന്ന് അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം, 2022 രാജ്യാന്തര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ, ശ്രദ്ധിക്കുക, 2022 രാജ്യാന്തര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ അല്ലെങ്കിൽ IP സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതെന്നാണ് ചോദ്യം. അപ്പോൾ 2022 രാജ്യാന്തര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. അറിയാമോ എത്രാമത്തെ റാങ്കാണെന്ന്? ബൗദ്ധിക സ്വത്തവകാശ സൂചികയ്ക്ക് ഇന്ത്യക്ക് 43ാം റാങ്കാണ്. അപ്പോൾ ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 43. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 5 കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിലയം വരുന്നത് മൗണ്ട് എവറസ്റ്റിലാണ്. ഇപ്പോഴത്തെ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് OS ഉണ്ണികൃഷ്ണനാണ്. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് വരുന്നത് ദുബായിലാണ്. 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ ജില്ല എന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. 2022 രാജ്യാന്തര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയെന്ന് ചോദിച്ചാൽ അത് 43. അടുത്ത ആറാമത്തെ ചോദ്യം, പുരുഷന്മാരുടെ സോക്കർ ടീമിനും വനിതകളുടെ സോക്കർ ടീമിനും ഫുട്ബോളാണ് കേട്ടോ, അതിനും തുല്യമായിട്ടുള്ള വേതനം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ശ്രദ്ധിക്കുക, പുരുഷന്മാരുടെ സോക്കർ ടീമിനും അതുപോലെ തന്നെ വനിതകളുടെ സോക്കർ ടീമിനും തുല്യ വേതനം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ചോദിച്ചാൽ അത് USA ആണ് കേട്ടോ. USA ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും അവർക്ക് എന്താണ് ഈക്വൽ വേജ് അല്ലെങ്കിൽ തുല്യ വേതനം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് USA ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യം, ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കൊമേഴ്ഷ്യൽ ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കൊമേഴ്ഷ്യൽ ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് ഏഴാമത്തെ ചോദ്യം. അറിയാമോ? അത് ഉത്തരാഖണ്ഡാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഉത്തരാഖണ്ഡാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എട്ടാമത്തെ ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതെന്നാണ് എട്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതെന്നാണ് എട്ടാമത്തെ ചോദ്യം. അറിയാമോ? SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര
കർണാടകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ്. നിവർത്തന പ്രക്ഷോഭമാണ്, ശ്രദ്ധിക്കണേ. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിച്ചു നോക്കാം. മുതുകുളം പ്രസംഗം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണോ? നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് തന്നെ നോക്കിപ്പോൾ. മുതുകുളം പ്രസംഗം ഓക്കെയാണ്, പക്ഷേ നിവർത്തന പ്രക്ഷോഭവും മുതുകുളം പ്രസംഗവുമായിട്ട് ബന്ധമില്ല. ഓപ്ഷൻ എന്താണ്? തെറ്റുത്തരമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചേ. ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശത്തിലേക്കുള്ള അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണെന്ത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നു. ശരിയാണോ അത്? ശരിയാണല്ലേ. ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭം തന്നെയാണെന്ത്? നമ്മുടെ നിവർത്തന പ്രക്ഷോഭം. PSC രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം എന്ത് തന്നെയാണ്? നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. നാലാമത്തെ ഓപ്ഷൻ വായിച്ചേ. സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണോ? സംയുക്ത രാഷ്ട്രീയ സമിതി ശരിയാണല്ലേ. അപ്പോൾ സംയുക്ത രാഷ്ട്രീയ സമിതി, അതുപോലെ തന്നെ PSC രൂപീകരണം, ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശം, അപ്പോൾ ഇത് മൂന്നിനും വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പ്രക്ഷോഭമാണ് എന്ത്? നമ്മുടെ നിവർത്തന പ്രക്ഷോഭം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ശരി ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? 2, 3, 4 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഒന്നും കൂടി പറയാം. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെയാണ്? ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശം, അതുപോലെ തന്നെ PSC രൂപീകരണത്തിന് കാരണമാവുന്ന പ്രക്ഷോഭം, സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ സമിതി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംയുക്ത രാഷ്ട്രീയ സമിതി. ഓക്കെ. അടുത്ത 10ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ്? ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. അറിയാമോ? തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ്? അറുമുഖം പിള്ളയാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അറുമുഖം പിള്ളയാണ് എന്ത്? തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ്? അറുമുഖം പിള്ളയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം വായിച്ചേ. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി വരെ യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ശ്രദ്ധിക്കുക. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരെന്നാണ് 11ാമത്തെ ചോദ്യം. ആരാണ്? നമുക്കറിയാം VT ഭട്ടതിരിപ്പാടാണല്ലേ. അപ്പോൾ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നമ്മുടെ യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 12ാമത്തെ ചോദ്യം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലേക്ക് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലേക്ക് ആദ്യത്തെ സെക്രട്ടറി ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. അറിയാമോ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കോൽക്കാർ, നിങ്ങൾ കേട്ടിട്ടുണ്ട് കോൽക്കാറെ കുറിച്ചിട്ട്. എന്താണ് ഈ കോൽക്കാർ എന്ന് പറയുന്നത്? കോൽക്കാർ എന്ന് പറയുന്നത് ഒരു തദ്ദേശ സൈന്യമാണ് കേട്ടോ. തദ്ദേശ സൈന്യത്തെ അണിനിരത്തിക്കൊണ്ട് തലശ്ശേരി സബ് കളക്ടർ TH ബേബർ പട നയിച്ചത് ആർക്കെതിരെ എന്നാണ് ചോദ്യം. അപ്പോൾ കോൽക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊരു തദ്ദേശ സൈന്യമാണ്. അപ്പോൾ ഈ കോൽക്കാർ എന്ന് പറയുന്ന ഈ ഒരു തദ്ദേശ സൈന്യത്തിനെ അണിനിരത്തിക്കൊണ്ട് തലശ്ശേരി സബ് കളക്ടറായിട്ടുള്ള TH ബേബർ പട നയിച്ചത് ആർക്ക് എതിരെ എന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ആർക്കെതിരെയാണ്? പഴശ്ശിരാജയ്ക്കെതിരെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ കോൽക്കാർ എന്ന് പറയുന്ന തദ്ദേശമായിട്ടുള്ള ഒരു സൈന്യത്തിന് അറേഞ്ച് ചെയ്തുകൊണ്ട് തലശ്ശേരി സബ് കളക്ടറായിട്ടുള്ള TH ബേബർ പഴശ്ശിരാജയ്ക്കെതിരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പട നയിച്ചത്. ഓക്കെ. അപ്പോൾ 13ാമത്തെ ചോദ്യം ക്ലിയർ ആണ്, വേറെ ഡൗട്ടില്ല. 14ാമത്തെ ചോദ്യം. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരെന്നാണ് ചോദ്യം. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരെന്നാണ് ചോദ്യം. നമുക്കറിയാമല്ലേ ആരാണ് മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം കൊടുത്ത വനിത ആരാണ്? കണ്ടകൈ കുഞ്ഞിക്കമ്മയാണ് അല്ലേ. നമുക്കറിയാം കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മേച്ചിൽ പുല്ല് സമരം അല്ലേ. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? കണ്ടകൈ നമ്മുടെ കുഞ്ഞാക്കമ്മയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. കണ്ടകൈ കുഞ്ഞാക്കമ്മ. ഓക്കെ അല്ലേ. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. 15ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ വർഷം ശ്രദ്ധിക്കുക. 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്ന്? വളരെ സിമ്പിളാണ്. സാധുജന പരിപാലന സംഘമാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സാധുജന പരിപാലന സംഘമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ 12th ലെവൽ പ്രിലിംസ് 10th ലെവൽ പ്രിലിംസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 15 ചോദ്യത്തിനകത്ത് നിന്ന് എന്തായാലും ഒരു 7 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാനായി കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ 12th ലെവൽ പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.